കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം. പല ആൾക്കാരും കമൻറ്റ് ചെയ്തിരിക്കുകയാണ്, സ്വർണം നഷ്ടപ്പെട്ടാൽ, ഗോൾഡ് നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? സത്യത്തിൽ ഗോൾഡ് നഷ്ടപ്പെടുന്നതും ദോഷമാണ്, സ്വർണം കളഞ്ഞു കിട്ടുന്നതും ദോഷമാണെന്നാണ് പറയുന്നത്. ഇത് രണ്ടും ദോഷമാണ്. നഷ്ടപ്പെടുന്നതും ദോഷമാണ്, മറ്റൊരാളുടെ സ്വർണം നമുക്ക് കളഞ്ഞു കിട്ടുന്നതും ദോഷമാണ്. നമ്മുടെ വിലയേറിയ എന്തൊക്കെയോ സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കാണിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ് സ്വർണം നഷ്ടപ്പെട്ടത്. അപ്പം അതുകൊണ്ട് ഇനിയുമുള്ള സംഭവങ്ങളിൽ സ്വർണം സൂക്ഷിക്കുക, ധനം സൂക്ഷിക്കുക, ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാനായിട്ട് മാക്സിമം സൂക്ഷിക്കുക. അത് സ്വർണം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലോ, സ്വർണം നമ്മുടെ കൈ കിട്ടിയാലോ അതിൻ്റെ ദോഷ സംബന്ധമായിട്ടുള്ള പരിഹാരം മാറാൻ മഹാവിഷ്ണുവിനെയാണ് ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കേണ്ടത്. നമ്മൾ പറയത്തില്ലേ, നിധി കുംഭങ്ങളൊക്കെ ലഭിച്ചു എന്ന്. അപ്പം നിധിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അശുദ്ധിയാക്കിയിട്ട് വേണം നിധി എടുക്കാറെന്നാണ് പറയുന്നത് അല്ലേ? അങ്ങനെയൊക്കെയാണ് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല, എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എങ്കിൽ തന്നെയും ഇങ്ങനൊരു പറച്ചിലുള്ള നിധി കിട്ടിക്കഴിഞ്ഞാൽ അശുദ്ധിയാക്കിയതിന് ശേഷം മാത്രമേ, അല്ലെ ആഭിചാര സംബന്ധമായിട്ട് പ്രവർത്തനം ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല തകിടുകൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നീ മൂത്രം ഒഴിച്ച് അശുദ്ധിയാക്കുക, അല്ലെങ്കിൽ തുപ്പി അശുദ്ധിയാക്കുക, അല്ലെങ്കിൽ ഉപ്പുവെള്ളം ഒഴിച്ച് അശുദ്ധിയാക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൊത്തമല്ലി കഴുകി ചൂടാക്കി വെള്ളം ഉപ്പും കൂടെ തളിച്ചെടുക്കുക. അങ്ങനെ ഒരുപാട് പരിഹാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ മനുഷ്യരും ജനങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? നിങ്ങൾക്ക് അറിയണ്ടേ ഇതൊക്കെ? കുറച്ചൊക്കെ നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ വായിച്ചും അച്ഛനും മുത്തച്ഛന്മാരൊക്കെ പറഞ്ഞ് ഞാൻ അതിശയപ്പെട്ടു പോയിട്ടുണ്ട്. പല കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടെന്നുള്ളത് ജ്യോതിഷത്തിലൂടെയുള്ള പരിഹാരങ്ങൾ പല രീതിക്കുമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പുൽക്കൊടിക്ക് പോലുമുള്ള പരിഹാരം. അതാണ് മന്ത്രം എന്ന് പറയുന്നത് തന്നെ. ഒരു പുൽക്കൊടിക്ക് പോലും മന്ത്രമുണ്ട്. പുൽക്കൊടി എന്ന് പറയുന്നത് തന്നെ ഒരു മന്ത്രമാണെന്നാണ് പറയുന്നത്. തൊട്ടാവാടി എന്ന് പറയുന്ന ഒരു മന്ത്രം എന്നാണ് പറയുന്നത്. നമ്മളൊരാളോട് സംസാരിക്കുന്നത്, ഞാനിപ്പോൾ സംസാരിക്കുന്നതും മന്ത്രമാണ്. ഞാൻ മന്ത്രം സംസാരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളിത് കേട്ടിരിക്കുന്നത്. ഏതൊരവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിച്ചു കണ്ടു കഴിഞ്ഞാൽ മാക്സിമം മോഷണം കിട്ടുന്നത് തിരിച്ചു കൊടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അത് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ സാമൂഹ്യ നീതി അനുസരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അത് തിരിച്ചു കൊടുക്കാൻ, കണ്ടു കിട്ടുന്നിടം വരെ ആളിനെ തിരിച്ചേൽപ്പിക്കാൻ, അതാണ് നമ്മുടെ സത്യസന്ധത എന്ന് പറയുക. എല്ലാവരും സത്യസന്ധരല്ല, ഞാനും സത്യസന്ധനൊന്നുമല്ല. നിങ്ങളൊക്കെ സത്യസന്ധരാണ് എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ അത്ര സത്യസന്ധനോ മറ്റു കാര്യങ്ങളോ ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെയും നമ്മൾ കിട്ടുന്നത് മറ്റുള്ളവരുടെ ഒരു സാധനം പോലും, ഒരു നാണയം പോലും അപഹരിക്കാനോ നമുക്ക് വേണമെന്നോ നമ്മൾ ചിന്തിക്കാതിരിക്കുക. നമ്മൾ സ്വയം ആർജിച്ച് സന്തോഷത്തോടു കൂടി നമ്മൾ ആർജിക്കുന്നതായിട്ടുള്ള ഓരോരുത്തർക്ക് ഓരോ കഴിവ് രീതിയിലായിരിക്കും. ചിലർ പ്രസംഗത്തിലൂടെ ആയിരിക്കും ധനം ഉണ്ടാക്കുന്നത്, ചിലർ പാട്ടിലൂടെ ആയിരിക്കും ധനം ഉണ്ടാക്കുന്നത്, ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ചുമ്മാതിരുന്ന് ചില ആൾക്കാർക്ക് അവനടിക്കാറുണ്ട്, ചുമ്മാ ഇരുന്നാണ് കാശുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ്. അതൊക്കെ ചുമ്മാതാ. അത് അസൂയ, കുശുമ്പ്, ഏഷണി. അത് ആ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയാം, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നതെന്നുള്ളത്. അത്ര അസൂയയും കുശുമ്പും ഉള്ളവരെ എങ്ങനെ പറയുള്ളൂ? സംശയമില്ലാത്ത കാര്യമാണ്. ചിലർ പറയും വിളിച്ചു വരുന്നവർ നല്ലതാണ്, ചില വിളിച്ചു പറയുന്നവരെ ഒരിക്കലും വിശ്വസിക്കാനും പറ്റില്ല. ആ ആളിൻ്റെ മനസ്സിൽ കുശുമ്പും അസൂയം തന്നെ. അങ്ങനെ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.